നമ്മൾ യാത്ര തുടരുകയാണ്. കൊച്ചി മെട്രോയും കോലഞ്ചേരിയും കടമറ്റം പള്ളിയും അങ്ങനെ ഏതാണ്ട് എറണാകുളം ജില്ലയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാം. ചെറിയൊരു വെള്ളച്ചാട്ടമാണത്. നമ്മൾ പോകുന്ന വഴിയായതിനാൽ ഒന്ന് കയറാമെന്ന് ജോളിച്ചായം പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. അങ്ങനെ തൊമ്മൻകുത്ത് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിയെ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വന്നത് പൈനാപ്പിൾ കൃഷിയാണ്. വിശാലമായ സ്ഥലം മുഴുവൻ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നു. അതിമനോഹരമായൊരു കാഴ്ച. ഞാൻ അവിടെ ഇറങ്ങി അതിന് ദൃശ്യങ്ങൾ പകർത്തി. വിളവെടുപ്പ് ആയിട്ടില്ല, എങ്കിലും മനോഹരമായ ഒരു കാഴ്ച. അതിനെ കുറച്ച് ഷോട്ടുകളെടുത്ത് കാറിൽ കയറി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ. മൂന്നാറും വാഗമണ്ണും കാണാൻ വരുന്നവരെല്ലാം ഇടുക്കിയിലെ ഗ്രാമങ്ങൾ കൂടെ സന്ദർശിക്കണം. മൂന്നാറിൽ മാത്രമല്ല കാഴ്ചകൾ. ഇടുക്കിയിലും കോട്ടയത്തും റബ്ബറാണ് ഭൂരിപക്ഷം കൃഷിയെങ്കിൽ ഇടുക്കിയിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ അത് പൈനാപ്പിളാണ്. പൈനാപ്പിളിന് പുറമെ റംബൂട്ടാനും ബട്ടറും, ബട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ അവക്കാഡോ. ഇതിൽ ഏറ്റവും രസം റംബൂട്ടാൻ്റെ കൃഷിയാണ്. റംബൂട്ടാൻ പാകമാകുമ്പോഴേക്കും ആ മരം മുഴുവനും വല കൊണ്ട് മൂടും. കാരണം നമ്മുടെ വവ്വാലുകളെ പേടിച്ചാണ്. വവ്വാലുകളുടെ ഇഷ്ടഫലമാണല്ലോ റംബൂട്ടാൻ. പോകുന്ന വഴിയെല്ലാം വനം സ്വഭാവത്തിലാണ്. റോഡിന് ഇരുവശവും മാനമുട്ടെ മരങ്ങൾ, കുറ്റിക്കാടുകൾ. ശരിക്കും ഒരു വനത്തിലൂടെയാണ് യാത്രയെന്ന് നമുക്ക് തോന്നിപ്പോകും. ചെറുതായ വെള്ളച്ചാട്ടങ്ങളെല്ലാം നമ്മൾ പോകുന്ന വഴിയേ ഉണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട റോഡ്, അതിൽ ഗ്രീൻ ബെൽറ്റ് പോലെ തുടർച്ചയായി മരങ്ങൾ. പ്രകൃതിയുടെ പച്ചപ്പ് പൂർണ്ണമായി ആസ്വദിക്കാൻ ഇടുക്കിയാണ് നല്ലത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നിരവധി സഞ്ചാരികൾ സഞ്ചരിക്കുന്ന പാതയാണെങ്കിലും ചിലയിടങ്ങളിലെല്ലാം റോഡിൽ ഇടാറില്ല. പിന്നെയും കാഴ്ചകൾ വ്യത്യസ്തമല്ല. യാത്രയുടെ ദൂരം കൂടുന്തോറും പ്രകൃതിക്ക് മാറ്റമില്ല. ചിലയിടത്ത് കുറ്റിക്കാടുകൾ റോഡിനെ മൂടിയിരിക്കുന്നു. വഴി തെറ്റിയെന്നായി ഞങ്ങൾ. വാഹനങ്ങൾ കുറഞ്ഞു. വഴി ചോദിക്കാൻ മനുഷ്യരാരും ഇല്ലതാനും. ഗൂഗിൾ മാപ്പ് ഇടാനായി ഫോൺ എടുത്തപ്പോൾ നെറ്റ്വർക്ക് 10 കിലോമീറ്റർ അപ്പുറം ഫോണിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. വരുന്നത് വരട്ടെ എന്ന ചിന്തയിൽ ജോളിച്ചായൻ കാറ് മുന്നോട്ട് പായിക്കുകയാണ്. കാടി നടുവിലൂടെ ഒരു ചീറ്റ എന്നോണം കാറ് കുതിക്കുകയാണ്. ഇല്ല, ജോളിച്ചായന് വഴി തെറ്റിയിട്ടില്ല. റോഡ് ഇത് തന്നെയാണ്. സൂചനാ ബോർഡ് കണ്ടു. ഭാഗ്യം. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ കുത്തിയൊഴുകുന്ന ഒരു പുഴ കണ്ടു. ചെറിയ ഒരു പാലവും. ഇനിയൊരു മഴ പെയ്താൽ ചിലപ്പോൾ പാലവും കടന്ന് വെള്ളം ഒഴുകാം. തിരികെ വരുമ്പോൾ പാലം ഉണ്ടാകുമോ എന്നായി ഞങ്ങൾ. ആ പാലവും കടന്ന് നമ്മൾ മറുകരയിലെത്തി. മറുകരയിൽ ആദ്യം നമ്മളെയൊക്കെ സ്വീകരിക്കാനും നമ്മുടെ കാഴ്ചകളിലേക്ക് ആദ്യം എത്തുന്നതും മലകളാണ്. വനം സ്വഭാവത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം കുറഞ്ഞു. ജനവാസ ഏരിയയിലേക്ക് നമ്മൾ അടുത്തു. നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. ഇവിടെയും നിരപ്പായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞ കൃഷികളുണ്ട്. നിരപ്പായ ഭൂമിയെ വെറുതെ അങ്ങനെ ഇട്ടേക്കാൻ ഇടുക്കിയിലെ ഗ്രാമപ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ഇഷ്ടമല്ല എന്ന് അവർ ആ കൃഷികളിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട്. 1 സെന്റ് ഭൂമിയാണെങ്കിലും അതിൽ കൊള്ളുന്ന വർഗം അവർ കൃഷി ചെയ്യുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ നെറ്റ്വർക്ക് തിരികെ എത്തി. തൊമ്മൻകുത്തിലേക്ക് അധികം ദൂരമില്ലെന്നറിഞ്ഞു. മലയുടെ ദൃശ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് വ്യക്തമായി കാണാൻ ആവുന്നുണ്ട്. മലകൾ എന്ന് പറയാനാകില്ല, മാനം മുട്ടും വിധത്തിലുള്ള പർവ്വതങ്ങളാണ്. പച്ചപുതച്ച പർവ്വതങ്ങൾ, കിലോമീറ്ററോളം ഉയരമുള്ള ഭീമാകാരമായ മലകൾ. അങ്ങനെ നമ്മൾ തൊമ്മൻകുത്തിലെത്തി. ഇതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഒരു ചെറിയ പാറയും തുരന്ന് വെള്ളം അങ്ങനെ കുത്തി ഒഴുകുകയാണ്. ഞാൻ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളെടുത്തു. ഇരുവശവും കാടുകളാണ്. കാട്ടിന് നടുവിലൂടെ ഒരു വെള്ളച്ചാട്ടവും കടന്ന് പുഴ ഒഴുകുകയാണ്. നമ്മുടെ ടീമിൽ ഉള്ളവരുടെ കുറച്ച് ഷോട്ടുകൾ എടുത്തു. വെള്ളച്ചാട്ടം പശ്ചാത്തലമാക്കിയായിരുന്നു ആ ഷോട്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ തന്നെ ഒരു ചാപ്പലുണ്ട്. ഒരു മ്യൂസിയവും പാർക്കുമുണ്ട്. പോലീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും വാണിംഗ് ബോർഡുകൾ ഉണ്ട്. തൊമ്മൻകുത്ത് നിന്ന് പ്ലാസ്റ്റിക് വിമുക്ത ഗ്രാമമാണ്. ജോളിച്ചായനും ടീമും ആഘോഷത്തിലാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചാലും ഇവിടെ എത്തിയെന്ന ചിന്തയിലാണ് ജോളിച്ചായൻ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഇവിടെ വേലിക്കപ്പുറത്ത് ഒരു ദേവീ പ്രതിഷ്ഠയുണ്ട്. ശാന്തിക്കാട് ദേവീ പ്രതിഷ്ഠയാണത്. അങ്ങനെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏതാണ്ട് കാഴ്ചകളെല്ലാം നമ്മൾ പകർത്തി. ഇനി പോകാം എന്നായി. 4 മണിക്കാണ് ബസ്.
അതിനു മുന്നേ വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കാണേണ്ടതുണ്ട്. അങ്ങനെ കാറിൽ കയറി നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളിനി പോകുന്നതും ഒരു വെള്ളച്ചാട്ടം കാണാൻ തന്നെയാണ്. അത് തൊമ്മൻകുത്തിലെ പോലെയല്ല, കുറച്ചും കൂടെ വിശാലമായതും വലിയ വെള്ളച്ചാട്ടവുമാണ്. അങ്ങോട്ടുള്ള യാത്ര നമ്മൾ തുടരുകയാണ്.